ഹലോ ഫ്രണ്ട്സ്, ബിബിസ് ടിപ്സ് ആൻഡ് ട്രിക്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്റർനെറ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു സമയമാണിത്. ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്നത് അതിലെ കീബോർഡ് തന്നെയാണ്. സോ നിങ്ങളെ തന്നെ ഒരു കീബോർഡ് പ്രൊഫഷണൽ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ 13 കീബോർഡ് ഷോർട്ട്കട്ടുകളിൽ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ടെസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അതിൽ നിന്ന് പഠിക്കുക. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ 13 വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കീബോർഡ് ഷോർട്ട്കട്ടുകളായിരിക്കും പരിചയപ്പെടാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് ഇറക്കാം. സോ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനെ എങ്ങനെ സ്ലീപ്പ് മോഡിലേക്ക് കൊണ്ടുപോകണമെന്നാണ്. സോ അതിനുവേണ്ടി നിങ്ങളുടെ കീബോർഡിലെ ഫംഗ്ഷൻ കീയും F1 കീയും പ്രസ് ചെയ്യണം. സോ ഫംഗ്ഷൻ പ്ലസ് F1 പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ കമ്പ്യൂട്ടർ ഇപ്പോൾ സ്ലീപ്പ് മോഡിലേക്ക് പോയിരിക്കുകയാണ്. സോ നമ്മുടെ രണ്ടാമത്തെ കീബോർഡ് ഷോർട്ട്കട്ടാണ് അൺഡു ആൻഡ് റീഡു. അതായത് ഞാനിപ്പോൾ എൻ്റെ നോട്ട് പാഡ് എടുത്തിരിക്കുകയാണ്. ഇവിടെ ഞാൻ അരുൺ കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിത് ബാക്ക് സ്പേസ് അടിച്ച് കളയുകയാണ്. ഇനി നമുക്ക് ഇപ്പോൾ ചെയ്ത ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ കൺട്രോൾ പ്ലസ് Z കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ആക്ടിവിറ്റി റീഡു ആവും. അതായത് കൺട്രോൾ Z കൊടുക്കുമ്പോൾ അരുണ് വീണ്ടും വരും. ഇതുപോലെ തന്നെ കൺട്രോൾ Y കൊടുക്കുകയാണെങ്കിൽ അൺഡു ആകുന്നതായിരിക്കും. സോ നമ്മുടെ മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയുന്നതായിരിക്കും കട്ട് കോപ്പി പേസ്റ്റ്. അതായത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. ഞാനിപ്പോൾ അരുൺ അവിടെ അടിച്ചു. അതിനുശേഷം ഞാനത് ഫുള്ള് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കൺട്രോൾ C ഞാൻ കൊടുത്തു. അപ്പോൾ ഇത് കോപ്പി ആയിരിക്കുന്നു. ഇനി ഞാനിത് ഒന്നോടെ സെലക്ട് ചെയ്ത് കൺട്രോൾ X കൊടുത്തു കഴിഞ്ഞാൽ ഇത് കട്ടാകും. കൺട്രോൾ V കൊടുത്തു കഴിഞ്ഞാൽ ഇത് പേസ്റ്റ് ആകും. സോ കട്ട് കോപ്പി പേസ്റ്റ് ഇത് മൂന്നെണ്ണമാണ്. സോ നമ്മുടെ അഞ്ചാമത്തെ കീബോർഡ് ഷോർട്ട്കട്ടാണ് നമ്മുടെ വിൻഡോസ് മൊബിലിറ്റി സെൻറ്റർ ഓപ്പൺ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുള്ള ഷോർട്ട്കട്ടാണ് വിൻഡോസ് പ്ലസ് X കീ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസ് മൊബിലിറ്റി സെൻറ്റർ വരും. നമുക്ക് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്രൈറ്റ്നസ്, വോളിയം, ബാറ്ററി നമുക്ക് കാണാം, നമ്മുടെ കണക്ഷൻ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ അതാണ് നമ്മുടെ അഞ്ചാമത്തെ കീബോർഡ് ഷോർട്ട്കട്ട്. നമ്മുടെ ആറാമത്തെ കീബോർഡ് ഷോർട്ട്കട്ട് എന്നത് പുതിയൊരു വിൻഡോ തുറക്കാനുള്ളതാണ്. സോ ഞാനിവിടെ എൻ്റെ വെബ് ബ്രൗസർ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ കൺട്രോൾ പ്ലസ് N കീ കൊടുക്കുകയാണെങ്കിൽ വേറൊരു ബ്രൗസറും കൂടെ ഓൺ ആവുന്നതായിരിക്കും. കൺട്രോൾ N കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം മൈക്രോസോഫ്റ്റ് എഡ്ജ് ഒന്നുകൂടെ രണ്ടാമതൊരു പുതിയൊരു ടാബ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ 2 ടാബുകളും കാണാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ പറ്റുന്ന ചെറിയൊരു ഷോർട്ട്കട്ടാണ് നമുക്ക് പുതിയൊരു സെയിം ബ്രൗസറിൽ തന്നെ വേറൊരു ടാബ് എടുക്കണമെങ്കിലുള്ളത്. സോ അതും എളുപ്പം തന്നെയാണ്. നമ്മുടെ കീബോർഡിലെ കൺട്രോൾ പ്ലസ് T കൊടുത്താൽ മതി. കൺട്രോൾ T കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ അടുത്തൊരു ടാബ് ഓൺ ആയി വന്നിരിക്കുകയാണ്. സോ അതാണ് നമ്മുടെ ആറാമത്തത്. ഇനി നമ്മുടെ ഏഴാമത്തെ ഷോർട്ട്കട്ടിലേക്ക് കിടക്കാം. ഏഴാമത്തെ ഷോർട്ട്കട്ട് എന്നത് ഇൻകോഗ്നിറ്റോ മോഡ് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. ഇൻകോഗ്നിറ്റോ മോഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വെബ് ബ്രൗസറിൽ ചെന്നിട്ട് കീബോർഡിലെ കൺട്രോൾ ഷിഫ്റ്റ് എന്നീ 3 കീകൾ പ്രസ് ചെയ്യണം. കൺട്രോൾ ഷിഫ്റ്റ് N. സോ ഇവിടെ ഞാനത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം മൈക്രോസോഫ്റ്റ് എഡ്ജിൻ്റെ ഇൻ പ്രൈവറ്റ് ബ്രൗസിംഗ് എന്ന് പറയുന്ന ഇൻകോഗ്നിറ്റോ മോഡ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നതാണ്. കൺട്രോൾ ഷിഫ്റ്റ് N എന്നത് ഒരു തവണ കൂടെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് നമ്മൾ വേറൊരു രീതിയിലായിരിക്കും ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ എൻ്റെ വിൻഡോസ് എക്സ്പ്ലോററിൽ പോവുകയാണ്. അതിനുശേഷം ഞാനിവിടെ എൻ്റെ ഡോക്യുമെൻറ്റ്സിൽ പോവുകയാണ്. ഇവിടെ എനിക്ക് പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കണമെങ്കിലുള്ള ഷോർട്ട്കട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് N എന്നത് തന്നെ. ഞാനത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പുതിയൊരു ഫോൾഡർ ഇവിടെ ഉണ്ടാകുന്നതാണ്. സോ അതാണ് നമ്മുടെ ഏഴാമത്തെ ഷോർട്ട്കട്ട്. ഇനി നമുക്ക് എട്ടാമത്തെ ഷോർട്ട്കട്ടിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു വെബ് ബ്രൗസർ ആണെന്ന് വിചാരിക്കുക. നമുക്ക് പെട്ടെന്ന് ഡെസ്ക്ടോപ്പ് കാണണമെങ്കിൽ ഒരു ഷോർട്ട്കട്ട് ഉണ്ട് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട്കട്ടാണ് വിൻഡോസ് പ്ലസ് D എന്നത്. സോ നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ വെബ് ബ്രൗസറിലേക്ക് പോകണമെങ്കിൽ ഒന്നുകൂടെ വിൻഡോസ് പ്ലസ് D പ്രസ് ചെയ്താലും മതി. നമുക്ക് നമ്മുടെ വെബ് ബ്രൗസറിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ 9ാമത്തെ ഷോർട്ട്കട്ടിലേക്ക് കിടക്കാം. 9ാമത്തെ ഷോർട്ട്കട്ട് എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒന്നിലധികം അല്ലെങ്കിൽ ഒന്നിലധികമോ വിൻഡോസ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിതെല്ലാം മിനിമൈസ് ചെയ്യണമെങ്കിൽ ഒറ്റ കീ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നമ്മുടെ വിൻഡോസ് പ്ലസ് M കീ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വിൻഡോസ് പ്ലസ് M കീ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നമ്മുടെ എല്ലാ വിൻഡോസും മിനിമൈസ് ചെയ്ത് പോയിരിക്കുന്നതാണ്. നമുക്കിനി മിനിമൈസ് ചെയ്ത സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വിൻഡോസ് ഷിഫ്റ്റ് M എന്നത് യൂസ് ചെയ്യേണ്ടി വരും. വിൻഡോസ് ഷിഫ്റ്റ് M യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമൈസ് ചെയ്ത സാധനം ഇപ്പോൾ തിരിച്ച് മാക്സിമൈസ് ആയി വരുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ 11ാമത്തെ ഷോർട്ട്കട്ടിലേക്ക് വരാം. 11ാമത്തെ ഷോർട്ട്കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൾഡേഴ്സിനെ റീനെയിം ചെയ്യാൻ നമുക്ക് ഫോൾഡർ സെലക്ട് ചെയ്ത ശേഷം F2 എന്ന കീ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പേര് നമുക്ക് നമ്മുടെ ഫോൾഡറിന് കൊടുക്കാവുന്നതാണ്. പക്ഷെ ആ ഒരു സമയത്താണ് ഞാൻ പെട്ടെന്ന് ചെറിയൊരു ഫാക്ട് ചിന്തിച്ചത്.
ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു ഫോൾഡറിനെ CON എന്ന പേരിൽ റീനെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇങ്ങനെ റീനെയിം ചെയ്യാൻ ഞാൻ നോക്കിയിട്ട് എൻ്റർ അടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ദ സ്പെസിഫൈഡ് ഡിവൈസ് നെയിം ഇസ് ഇൻവാലിഡ് എന്ന് കാണിക്കുകയാണ്. സോ അങ്ങനെ റീനെയിം ചെയ്യാൻ പറ്റുകയില്ല. തികച്ചും നല്ലൊരു ഫാക്ട് തന്നെയാണത്. നമ്മുടെ 12ാമത്തെ ഷോർട്ട് കട്ടാണ്. നമ്മൾ ഒന്നിലധികം വിൻഡോസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ടോഗിൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഷോർട്ട് കട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡിലെ Alt കീ പ്ലസ് ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ Alt പ്ലസ് ടാബ് കീ പ്രസ് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ ചെറിയൊരു വിൻഡോ തുറന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഡെസ്ക്ടോപ്പ് ഉണ്ട്, എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഓണാണ്, പ്ലസ് മൈക്രോസോഫ്റ്റ് എഡ്ജിൻ്റെ ഒരു ടാബ് ഓണാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ മൈക്രോസോഫ്റ്റ് എഡ്ജിലാണ്. അടുത്തതായിട്ട് ഞാൻ Alt പ്ലസ് ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സിലേക്ക് പോകുന്നതായിരിക്കും. ഞാൻ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഡോക്യുമെൻറ്റ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഒന്നുകൂടെ കൺട്രോൾ പ്ലസ് ടാബ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വരും. അടുത്ത ഞാൻ തിരിച്ച് മൈക്രോസോഫ്റ്റ് എഡ്ജിലേക്കായിരിക്കും പോവുക. സോ ഇനി നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ കൺട്രോൾ പ്ലസ് ടാബ് പ്ലസ് ഷിഫ്റ്റ് പ്രസ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇവിടെ ഡെസ്ക്ടോപ്പിലേക്ക് എത്തുന്നതായിരിക്കും. കൺട്രോൾ ടാബ് എന്നത് മുമ്പോട്ട് പോകാനും കൺട്രോൾ ഷിഫ്റ്റ് ടാബ് എന്നത് പുറകോട്ട് വരാനുമാണെന്ന് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ 13ാമത്തെ ഷോർട്ട് കട്ടിലേക്ക് കിടക്കാം. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഷിഫ്റ്റ് എന്ന കീ 5 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിക്കി കീസ് എന്നൊരു ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 5 തവണ പ്രസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം സ്റ്റിക്കി കേസ് ഡു യു വാണ്ട് ടു ടേൺ ഓൺ സ്റ്റിക്കി കേസ് എന്ന് കൊടുത്തിട്ട് ഞാൻ ഇവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിക്കി കേസ് ഓൺ ആകുന്നതായിരിക്കും. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. താങ്ക് യു.